സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ കരാറ് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നതിന് മുൻപ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഓരോ ദിവസം കഴിയുന്തോറും എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെയും ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ മിലിറ്ററി അലയൻസ് വലിയ ഡിസ്കഷനായി വരുന്നുണ്ട്. നമ്മളുടെ പത്രങ്ങളിലൊക്കെ ഇന്നത് വലിയ തോതിൽ നാഷണൽ ഡെയിലികളിലും ലോക്കൽ ഡെയിലികളിലും ഒക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൗദി അറേബ്യ പാകിസ്ഥാൻ അലയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു പാക്ട് എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. കാരണം ഇതിനകത്ത് മേജർ പാർട്ട്ണർ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. മിലിറ്ററി പരമായിട്ട് നോക്കുമ്പോൾ മേജർ പാർട്ട്ണർ പാകിസ്ഥാനാണ്. അപ്പോൾ ആ മേജർ പാർട്ട്ണറുടെ മുഖ്യ ശത്രു ഇന്ത്യ ആയതുകൊണ്ടാണ് ഇത് ഇന്ത്യക്കെതിരെയുള്ളൊരു സഖ്യമാണ് എന്ന നിലയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് അത് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് വാസ്തവത്തിൽ ആർക്കാണ് പാരയായി തീരുക? ഇത് ഇന്ത്യക്കാണോ പാരയായി തീരുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിനാണോ പാരയായി തീരുക, പാകിസ്ഥാന് തന്നെയാണോ ഇത് പാരയായി തീരുക? അപ്പം അത്തരമൊരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ ഒരു അലയൻസിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇത് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ് ഈ ഒരു അലയൻസിന്റെ, ഈ ഫോർമൽ അലയൻസിന്റെ പശ്ചാത്തലം. വാസ്തവത്തിൽ ഈ അലയൻസ് ഇൻഫോർമലായിട്ട് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സൗദി പട്ടാളക്കാർക്ക് പാകിസ്ഥാൻ ദീർഘകാലമായി പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നല്ലൊരു നമ്പർ പാകിസ്ഥാൻ പടയാളികൾ സ്ഥിരമായി സൗദി അറേബ്യയിൽ ഉണ്ട് താനും. അത് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും മറ്റ് പല ആവശ്യങ്ങളുടെ ഭാഗമായിട്ടും സൗദി പട്ടാളക്കാരുടെ കൂലി പട്ടാളത്തിന്റെ ലെവലിലേ ഉള്ളൂ. പാകിസ്ഥാൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ കൂലി പട്ടാളത്തിന്റെ ലെവലിലേ ഉള്ളൂ. അത്രയേ സൗദി അവരെ പരിഗണിക്കുള്ളൂ. കാരണം സൗദി എന്ന് പറയുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു ഹൈറാർക്കിയുണ്ട്. ഹൈറാർക്കിയിൽ സൗദി ഈസ് ദ റിയൽ കിങ്. ആ രാജ്യങ്ങളുടെ ഇടയിൽ റിയൽ കിങ് ആണ്, അല്ലാണ്ട് സൗദി കിങ്ങിന്റെ കിങ്ഡം കൊണ്ടല്ല. മക്കയും മദീനയും അടങ്ങുന്ന രാജ്യം എന്ന നിലയിൽ, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന രാജ്യം എന്ന നിലയിൽ ദ കിങ് കൺട്രി, ദ റിയൽ കിങ് കൺട്രി ഈസ് സൗദി അറേബ്യ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അതിന്റെ സാറ്റലൈറ്റ്സ് ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഈ അറബ് രാജ്യങ്ങൾക്ക് സൗദി അറേബ്യയുടെ ഒപ്പം ഒരു സ്റ്റാറ്റസ് ഉണ്ട്. മറ്റ് അറബ് രാജ്യങ്ങൾ അതിന്റെ ചുറ്റും നിൽക്കും. നേരെ മറിച്ച് ഈ പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ഇന്തോനേഷ്യ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾക്ക് ഒരു സ്ലൈവ് നേഷന്റെ, സ്ലൈവ്സ് താമസിക്കുന്ന ഒരു രാജ്യത്തിന്റെ പരിഗണന മാത്രമേ സൗദി അറേബ്യ നൽകുകയുള്ളൂ. ഒരു പാകിസ്ഥാൻ മുസ്ലിം എന്ന് പറയുന്ന ഒരിക്കലും ഒരു സൗദി മുസ്ലിമിന് ഈക്വലേ അല്ല. അത് ഗൾഫ് രാജ്യങ്ങളിലൂടെ മൂവ് ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പോകുന്ന മുസ്ലിങ്ങളെ ഒരു മുസ്ലിമായിട്ട് പോലും പലപ്പോഴും ഈ സൗദി അറേബ്യൻസ് പരിഗണിക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ പാകിസ്ഥാന്റെ മിലിറ്ററി അംഗങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ട് എന്ന് പറയുമ്പം പാകിസ്ഥാന്റെ മിലിറ്ററി അംഗങ്ങൾക്ക് സൗദി അറേബ്യയിലെ പട്ടാളത്തിൽ അടുക്കളപ്പണിയാണ് ജോലി ഉണ്ടാവുക എന്നും കൂടി നമുക്ക് ഊഹിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല, പണ്ട് മുതലേ ഉള്ള പാർട്ണർഷിപ്പാണ്. പക്ഷെ ഒരു ഒഫീഷ്യൽ പാർട്ണർഷിപ്പ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ പാർട്ണർഷിപ്പ്, ഈ ഒരു സൗദി അറേബ്യയുടെ ഈ വലിയ രാജസിംഹാസനം തട്ടിയെടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ. ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ശത്രു എന്നും, അങ്ങനെ അടിസ്ഥാന ശത്രുവിനോട് കൂട്ടുകൂടുന്ന ആള് വലിയ പൊസിഷൻ ഇരിക്കാൻ പാടില്ല എന്നും, അതുകൊണ്ട് തങ്ങള് ഇസ്രായേലിന് നിതാന്ത ശത്രു എന്ന നിലയിൽ തങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും മേലെയുള്ള അല്ലെങ്കിൽ രാജസിംഹാസനം അലങ്കരിക്കാൻ ശേഷിയുള്ള രാജ്യം എന്ന് വരുത്തി തീർക്കാനാണ് ഇറാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇവരുടെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിലെ, ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ 56 രാജ്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലെ കളികളുടെ ഭാഗമാണ്. ഈ 56 രാജ്യങ്ങളുടെ ഇടയിലെ ശരിക്കുള്ള ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പായി നിൽക്കുന്ന അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റായി നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. പൊസിഷനിൽ, പവറിൽ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ പോലും പൊസിഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അപ്പൊ ആ സൗദി അറേബ്യയിൽ ഈ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം അവരെ സംബന്ധിച്ചൊരു സ്ലേവ് കൺട്രിയാണ്. അപ്പൊ ആ സ്ലേവ് കൺട്രി എന്ന് വരുന്ന പട്ടാളക്കാർക്ക് ആ ഒരു പരിഗണനയെ കിട്ടുള്ളൂ. ചിലപ്പം സൗദി അറേബ്യയിലെ പട്ടാളക്കാരെ കഴിഞ്ഞൊക്കെ മിടുക്കുള്ള പട്ടാളക്കാർ പാകിസ്ഥാന്റെ പട്ടാളക്കാരായിരിക്കും. അതങ്ങനെ തന്നെയാണ്, അവരത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഈ മതപരമായ ഹൈറാർക്കിയുടെ വെളിച്ചത്തിൽ ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാര് എന്ന് പറയുന്ന ഒരു സ്ലൈവ് പട്ടാളക്കാരന്റെ ഒരു സ്റ്റാൻഡേർഡ് മാത്രമേ അവർക്ക് സൗദി അറേബ്യയിൽ ലഭിക്കുള്ളൂ. ഇവിടെയാണെങ്കിലും ഈ പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുന്ന സൗദി പട്ടാളക്കാർക്ക് രാജകുമാരന്മാരെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം പോലെയാണ് അവർക്ക് അവിടെ ലഭിക്കുക. കാരണം രാജകുമാരന്മാരെ പോലെയാണ് പാകിസ്ഥാനിലെ ഈ സൗദി പട്ടാളക്കാരെ പരിഗണിക്കുക. എന്തായാലും ഈ അലയൻസ് നേരത്തെ മുതലുള്ളതാണ്. കൂടാതെ ഈ പാകിസ്ഥാന്റെ
ന്യൂക്ലിയർ എനർജി ഡെവലപ്മെന്റ് എല്ലാ കാലഘട്ടത്തിലും സൗദി അറേബ്യയുടെ വലിയ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നു. അറബ് ലോകത്തിന്റെ എണ്ണപ്പണത്തിന്റെ ബലത്തിലാണ് പാകിസ്ഥാൻ ആറ്റോമിക് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും അത് പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നും ചെറിയ കാര്യമല്ല. വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ഈ പാകിസ്ഥാനെ പോലെ എല്ലാ കാലത്തും ദാരിദ്ര്യം പിടിച്ചു കിടന്ന ഈ രാജ്യത്തിന് ഒരിക്കലും സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ ആയുധം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അമേരിക്ക എല്ലാ കാലത്തും ഇവരെ എല്ലാവരെയും നോക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു കാലത്ത് ഇവരെ ആരെയും വിശ്വസിക്കാൻ തയ്യാറല്ല. ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പാകിസ്ഥാനെ വല്ലാതെ വിശ്വാസത്തിലെടുക്കുകയും പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പലതും ചെയ്യാൻ ശ്രമിക്കും. അത് അദ്ദേഹത്തിന് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ശരിക്കുള്ള ഇഷ്യൂ വരട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാകിസ്ഥാനെ സൗദി അറേബ്യ സഹായിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും. ഇത് മുഴുവൻ ഇന്ത്യക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇന്റലിജൻസ് നെറ്റ്വർക്കിൽ ഒട്ടും മോശമായ രാജ്യമല്ല. നമുക്ക് കൃത്യമായ ഇന്റലിജൻസ് നെറ്റ്വർക്കും എല്ലാ അവയർനെസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ അടുത്ത കാലങ്ങളിൽ 10-20 വർഷമായി ഇസ്രായേലുമായിട്ടുള്ള നമ്മളുടെ സഖ്യം വളരെ വളരെ ശക്തമാക്കി കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള അടിയിൽ കൂടെയുള്ള ഈ ഒഴുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ ഇത് ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇത് ഇന്ത്യക്കിട്ടാണോ? ഒരുപക്ഷെ പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവാം. പക്ഷെ ഇന്ത്യ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യ ഈ ഓപ്പറേഷൻ ഇപ്പൊ നമ്മൾ വളരെ റീസെന്റ് ആയി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പൊ പലതവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കാർഗിൽ വരെയുള്ള യുദ്ധങ്ങളൊക്കെ വലിയ യുദ്ധങ്ങളായിരുന്നു. അത് 48-ലെ യുദ്ധം, 65-ലെ യുദ്ധം, 71-ലെ യുദ്ധം, ഇതെല്ലാം ഇന്ത്യയുടെ മേലെ പാകിസ്ഥാൻ അടിച്ചേൽപ്പിയ യുദ്ധങ്ങളാണ്. ഈ യുദ്ധങ്ങളൊന്നും ഇന്ത്യ അങ്ങോട്ട് പോയി ചെയ്തതല്ല. ഇതിൽ 71-ലെ യുദ്ധം മാത്രമാണ് ഇന്ത്യ ആദ്യം അങ്ങോട്ട് അടിച്ചത്. അതിന്റെ കാരണം പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കാൻ തയ്യാറെടുത്തോണ്ടാണ്. അവരിങ്ങോട്ട് അടിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും കോപ്പും കൂട്ടി വെച്ചപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു അടി അങ്ങോട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. 67-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ ചെയ്തതുപോലെ. അപ്പൊ നമ്മളെ തല്ലാൻ വേണ്ടി അവർ തയ്യാറെടുത്ത സമയം നമ്മൾ ആദ്യം മുൻകൂട്ടി അടിച്ചു എന്ന് മാത്രം. ഇങ്ങോട്ട് അടിക്കാൻ റെഡി എടുത്തപ്പോൾ അവരറിയാത്തൊരു മൊമെന്റിൽ നമ്മൾ കർണത്തിൽ അടി കൊടുത്തത് 71-ലെ വാറിൽ മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് കാർഗിൽ ആൻഡ് ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ സമയത്തും പാകിസ്ഥാനാണ് ഇങ്ങോട്ട് അടിച്ചത്. കാർഗിലാണെങ്കിൽ പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ കേസിലാണെങ്കിൽ പോലും ഭീകരരെ ഉപയോഗിച്ച് ഇന്ത്യയുടെ മണ്ണിൽ വന്ന് ആദ്യത്തെ അടി അടിച്ചത് പാകിസ്ഥാനാണ്. നമ്മൾ തിരിച്ചടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ചടിക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ കൂടെ ആരുണ്ട് എന്ന് നോക്കിയിട്ടല്ല ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളത്. 71-ൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അമേരിക്കയോളം വലിയ ശക്തിയാണ് സൗദി അറേബ്യ. ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ പാകിസ്ഥാനെ തല്ലാൻ പോകുന്ന സമയത്ത് ചൈനയുടെ സമ്പൂർണ്ണ പിന്തുണയുമായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ചൈനയേക്കാൾ വലിയ ശക്തിയാണോ സൗദി അറേബ്യ? അപ്പൊ അതുകൊണ്ട് ഈ സൗദി അറേബ്യയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് സൗദി അറേബ്യ വളരെ നല്ലൊരു സുഹൃത്താണ്. അപ്പൊ അത്രയും നല്ല അടുത്തൊരു സുഹൃത്ത് എന്തുകൊണ്ട് പാകിസ്ഥാനുമായി ഇത്തരം ഒരു പാക്റ്റിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു സംഘം മാത്രമേ നമുക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാല് പാകിസ്ഥാനെ പോയി ചവിട്ടി തവിട് പൊടിയാക്കുന്നതിൽ നിന്ന് തടയാൻ ഈ വിധ സഖ്യങ്ങൾ കൊണ്ടൊന്നും പാകിസ്ഥാന് സാധിക്കില്ല. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യയുടെ പോളിസിയുമല്ല. നോട്ട് അറ്റാക്ക് ഫസ്റ്റ് എന്നുള്ളത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ യുദ്ധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യയുടെ പോളിസിയാണ്. ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കരുത് എന്നുള്ളത്. നേരെ മറിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തല്ലിക്കൊണ്ട് പുറകെ പോകുന്ന പരിപാടി നമുക്കില്ല. അത് വേണ്ട, നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കും. അത് എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാനെ വേണ്ട വിധം ഇന്ത്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന് വേറെ ഒരു സഖ്യം കൂട്ടിക്കൊണ്ടുവന്നു എന്നതിന്റെ പേരിലൊന്നും പാകിസ്ഥാന് അടി തന്നിട്ട് തിരിച്ചു വാങ്ങിക്കുന്ന പരിപാടിയിൽ നിന്ന് ഒരു തരത്തിൽ ഒഴിവാകാൻ കഴിയുകയെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ അതുപോലത്തെ അടി 4 ദിവസം കൊണ്ട് ഒരു വലിയ യുദ്ധത്തിൽ സംഭവിക്കാവുന്നതിലേറെ പരാജയങ്ങളും കനത്ത തിരിച്ചടിയും ഏൽക്കുകയും അവരുടെ ആണവായുധത്തിന്റെ മുറ്റത്ത് വരെ ഇന്ത്യയുടെ മിസൈലുകൾ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി പാക്ട് ഉണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസം മുതൽ പാകിസ്ഥാൻ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സൗദി അറേബ്യയ്ക്ക് നേരെ എന്താവശ്യം വന്നാലും പാകിസ്ഥാൻ തന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്നുള്ളത് 3-4 തവണ ഇപ്പം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം നിരന്തരമായി അവരിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രാർത്ഥന എന്നും കൂടി അവർ മനസ്സിലാക്കണം. അതിന് കാരണമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയുടെ മാത്രമല്ല ടർക്കിയുടെയും അംബ്രല ഉണ്ടായിരുന്നു. ടർക്കിയും പാകിസ്ഥാന് വേണ്ടി വന്ന് വളരെ ആക്റ്റീവായിട്ട് ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. സൗദി അറേബ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടർക്കി അതിനൊക്കെ എനിക്ക് എത്രയോ വലിയ പവറാണ്. ചൈന എന്ന് പറയുന്നത് സൂപ്പർ പവറാണ്. അപ്പൊ സൂപ്പർ പവർ ആയിട്ടുള്ള ചൈനയും സൗദി അറേബ്യയുടെ എത്രയോ ഇരട്ടി ശക്തിയുള്ള ടർക്കിയും പാകിസ്ഥാനെ സഹായിച്ചിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ അടികൊള്ളുന്നതിൽ പാകിസ്ഥാന് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. തലങ്ങും വിലങ്ങും അടി വാങ്ങിക്കിട്ടി അയ്യോ പൊത്തോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കാൽച്ചോട്ടിൽ പോയി വീണത്. ഈ അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ തന്നെ സംബന്ധിച്ചു ഞങ്ങളാണ് അമേരിക്കയുടെ കാലിൽ പോയി വീണത്, ഇന്ത്യക്ക് അതിൽ പങ്കില്ല. അത് കഴിഞ്ഞ്
അമേരിക്ക പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇന്ത്യയുടെ കാലിൽ വീണിട്ടാണ് ഈ പ്രശ്നം തീർത്തതെന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തന്നെ ഈ ദിവസങ്ങളിൽ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതോടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയും സംശയം മാറിക്കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ആ ചോദ്യം ഇങ്ങോട്ട് പൊങ്ങി വരുന്ന കണ്ടില്ല. ഇപ്പൊ നമ്മൾ ഈ മിലിറ്ററി പാക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു മിലിറ്ററി പാക്ട് നാറ്റോ ആണ്. അപ്പൊ ഈ ഇറാനും പാകിസ്ഥാനും ഒക്കെ പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നാറ്റോ പോലത്തെ ഒരു പാക്ട് ഉണ്ടാവണമെന്നാണ്. നാറ്റോ പോലത്തെ ഒരു പാക്ട് ഉണ്ടാക്കാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുമോ? നാറ്റോ എങ്ങനെ ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ ചരിത്രം പരിശോധിക്കണം. 2 ലോകമഹായുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരേ യുദ്ധത്തെ നേരിടേണ്ടി വന്ന രാജ്യങ്ങൾ എന്ന നിലയിലാണ് നാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള മിലിറ്ററി സഖ്യം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി ഏകദേശം ഒരേപോലെ ശത്രുതയുള്ള 2 രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. പക്ഷേ പാകിസ്ഥാനോട്ട് അടി കിട്ടിയപ്പോൾ ചൈനയ്ക്ക് ഒരു ഈക്വൽ പാർട്ണറായിട്ട് നിന്ന് ഇന്ത്യക്ക് നേരെ പൊരുതാൻ സാധിച്ചോ? നിശ്ചയമായിട്ടില്ല. കാരണം ചൈനയും പാകിസ്ഥാനും ഒരിക്കലും ഇന്ത്യയോട് ഒന്നിച്ച് യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നിച്ച് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നവും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നവും തീർത്തും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം ഒരു കാശ്മീരിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ തുടങ്ങുകയും പിന്നെ അത് പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള കടുത്ത അസൂയയായി മാറുകയും ചെയ്ത കഥയാണ്. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോടുള്ള ഒന്നാമത്തെ പ്രശ്നം അസൂയയാണ്. അപ്പം അസൂയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കനത്ത വികാരങ്ങളിൽ ഒരെണ്ണമാണ്. അങ്ങനെ വിട്ടുപോകുന്ന ഒരു സാധനമല്ല. അപ്പൊ ദിനദിനമായി വർദ്ധിച്ചു വരുന്ന കനത്ത അസൂയയാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇന്ത്യയോടുള്ളത്. നേരെ മറിച്ച് ചൈനയുടെ വിഷയം ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയമാണ്. ആരെങ്കിലും പിടിച്ചെടുത്ത സ്ഥലമൊന്നുമല്ല. ടിബറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രദേശമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അതിന് മാനസികമായ സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ചൈനയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വലിയ പരാതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് ആവശ്യമില്ലാത്തൊരു കാര്യവുമാണത്. അപ്പൊ ഇത് പിന്നെ ഈ ഒരു മാനസിക വിരോധത്തിൽ നിന്നാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും അധികം ദേഷ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 2 വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നാറ്റോ പോലത്തെ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി ആർക്കെങ്കിലും എതിരെ യുദ്ധം ചെയ്ത് കളയാമെന്ന് പാകിസ്ഥാനോ ഇറാനോ വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. അറബ് രാജ്യങ്ങൾ മുഴുവനും കൂടി ഒന്നിച്ചു പോയി ഒപ്പിട്ടാലും ശരി, നാളെ ഇതിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനിട്ട് ആക്രമണം ഉണ്ടായാൽ അവർ ഒന്നിച്ചു നിന്ന് എതിർക്കില്ല. കാരണം അവർ ഒന്നിച്ച് ഒരു കാലത്തും ഒരു യുദ്ധവും ഫേസ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നാറ്റോ രാജ്യങ്ങൾ 2 ലോക മഹായുദ്ധങ്ങൾ ഒന്നിച്ച് നേരിട്ടവരാണ്. അപ്പം അവരുടെ സഖ്യം പോലൊരു സഖ്യം ഉണ്ടാക്കാം എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. പക്ഷേ ഇത് റിയൽ ആയിട്ട് കൺസേൺഡ് ആവുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇത് സൗദി അറേബ്യ ഈ പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേലിനെതിരായിട്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. പാകിസ്ഥാന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ആറ്റം ബോംബ് സൗദി അറേബ്യ കാശ് മുടക്കി ഉണ്ടാക്കിയ ആറ്റം ബോംബ് ഇനി ഔദ്യോഗികമായി തന്നെ ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഈ കരാറിൽ ഉള്ളത് എന്നുള്ളത് വളരെ നിശ്ചയമുള്ളത് പാകിസ്ഥാനിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ നെതന്യാഹുവിനോട് ചോദിക്കുകയുണ്ടായി, ഇസ്രായേലിന്റെ 3 ശത്രുക്കളെ നിങ്ങൾക്ക് എണ്ണമിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞു ഇറാൻ. അപ്പൊ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ പേരല്ല 3 രാജ്യങ്ങളുടെ പേര് പറയണം. ഇസ്രായേലിന് ഈ ലോകത്തിൽ ശത്രുക്കളായിട്ടുള്ള 3 രാജ്യങ്ങളുടെ പേര് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു 3 രാജ്യങ്ങളുടെ പേര് വേണമല്ലേ. ഒന്നാമത്തെ രാജ്യം ഇറാൻ, രണ്ടാമത്തെ രാജ്യം ഇറാൻ, മൂന്നാമത്തെ രാജ്യം ഇറാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ലോകത്തിൽ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഇറാനാണ് എന്നാണ് അന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഈ ഇന്റർവ്യൂ ഇന്ന് നടക്കുകയാണെങ്കിൽ നെതന്യാഹു എന്ത് പറയും? നിശ്ചയമായും നെതന്യാഹു പറയും ഇറാൻ, പാകിസ്ഥാൻ, ഇറാൻ 3 തവണ പറയും. രണ്ടാമത്തെ ശത്രുവായിട്ട് പാകിസ്ഥാന്റെ പേര് വരും. അപ്പൊ ഈ ഒരു പാക്റ്റിൽ എത്തുക വഴി പാകിസ്ഥാൻ കാണിച്ച ഒരു വലിയ മണ്ടത്തരമുണ്ട്. ആ മണ്ടത്തരം ഇതാണ്: ഡയറക്റ്റ് ആർച്ച് റൈവലായിട്ട് ഇസ്രായേലിന് മുമ്പിൽ വന്നു. ഇസ്രായേൽ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ അണവായുധ ശേഷി നശിപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളതാണ് എന്ന് പലതവണ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഇസ്രായേലിന് നേരെ വരുന്ന ഒരു ത്രട്ടിനെയും അവർ ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കില്ല. അപ്പൊ അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് 2 തരത്തിലുള്ള ഭീഷണികളാണ്. ഒന്ന് അറബ് ഭീകരത എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഹമാസിനെ പോലത്തെ ആളുകൾ ചെയ്യുന്ന മനുഷ്യരെ കൊണ്ടുള്ള ഭീകരത. 2 അവരുടെ ആണവ ശക്തി എന്നുള്ള ഭീകരതയാണ്. അപ്പൊ ഈ 2 ഭീകരതയും ഒരേ രീതിയിൽ ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. അവരുടെ നേരെ വരുന്ന മനുഷ്യന്മാരുടെ രീതിയിൽ വരുന്ന ഭീകര പ്രവർത്തനങ്ങളും അതുപോലെ ആറ്റം ബോംബിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങളും ഒരേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഇസ്രായേൽ എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഇറാന്റെ ആറ്റമിക ശക്തി എങ്ങനെ നശിപ്പിക്കാൻ ഇസ്രായേൽ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആണവശേഷി ഇസ്രായേൽ നശിപ്പിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അമേരിക്കയുടെ വിഷയം വരുന്നത്. നിശ്ചയമായും അമേരിക്ക ഇതിൽ ഇടപെടില്ല. ഈ ഖത്തറിന്റെ നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് അമേരിക്ക എങ്ങനെ സൈലന്റ് ആയിരുന്നോ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആണവായുധം ആക്രമിക്കപ്പെടുന്ന സമയത്ത് അമേരിക്ക സൈലന്റ് ആയിരിക്കും. ഇനി സൈലന്റ് ആയിരുന്നില്ലെങ്കിൽ
ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരുടെ ആണവായുധത്തിന്റെ മുറ്റത്ത് വരെ ആക്രമണം എത്തിയ സാഹചര്യത്തിൽ സ്വന്തം ആണവായുധങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനും മതി. അങ്ങനെ അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തില്ലെങ്കിൽ നിശ്ചയമായും അത് ഇസ്രായേലിന്റെ കത്തിക്കേരയാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു പാക്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയത് കൊണ്ട് നേട്ടമല്ല വാസ്തവത്തിലുള്ളത്, അപകടമാണുള്ളത്. പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ അന്ത്യമടുത്തു എന്നുള്ള അപകടമാണ് ഇതിനകത്തുള്ളത്. ആണവായുധം അങ്ങനെ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് നുള്ളിപ്പറയും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല എന്നുള്ളത് 30 വർഷത്തെ ഗവേഷണം കൊണ്ട് ഇറാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന കൊറിയയുടെയും പാകിസ്ഥാന്റെയും റഷ്യയുടെയും ഒക്കെ സഹായം ഉണ്ടായിട്ടും 2002 ആരംഭിച്ച അവരുടെ ആണവായുധ പ്രോജക്റ്റ് ഇപ്പോഴും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിശ്ചയമായും പല സ്ഥലത്തു നിന്നും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. എന്നിരിക്കൽ പോലും അവർക്കത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചെയ്തു വെച്ചിരിക്കുന്ന സംഗതി, ഈ ഒരു കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഒന്നാമത്തെ രീതിയിൽ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് പാകിസ്ഥാന് ഏറ്റവും വലിയ അപകടമായി തീരുന്ന ഒരു പാക്ടാണ് എന്നുള്ളതാണ് എന്റെ ഒബ്സർവേഷൻ. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ലോഞ്ച് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അയൺ ബീം എന്ന് പറയുന്ന സംഗതി, അത് അനന്ത സാധ്യതകളുള്ളതാണ്. അതിന്റെ ഏറ്റവും ചെറിയ ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞത്, പിന്നെ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ച് ഓട്ടവീഴിക്കുക എന്നുള്ളത് അതിന്റെ പ്രാഥമികമായ ഉപയോഗം മാത്രമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റയർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സാധ്യതയാണ് ലേസർ എന്ന് പറയുന്നത്. അത് ഈ നിങ്ങളൊരു ആറ്റമിക് വെപ്പൺ, ഒരു ന്യൂക്ലിയർ ബോംബ്, ഒരു ആറ്റം ബോംബ് പ്രയോഗിക്കുമ്പോൾ മാസ് എനർജിയായി മാറുന്ന പർപ്പസാണ്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് ഊർജ്ജമാണ്, അവിടെ മാസില്ല. ഈ ഊർജ്ജത്തെ മാസാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നോളജികളൊന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ആറ്റമിക് ഡിവൈസിനകത്ത് കടന്ന് ഒരു ന്യൂക്ലിയർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുവാനുള്ള ഒരു ടെക്നോളജി ഒരു ലേസർ സംവിധാനത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഒരു ഹൈ എനർജി ബീം, എക്സ്റേസ് അല്ലെങ്കിൽ കോസ്മിക് റേസ് പോലത്തെയുള്ള ഒരു ബീം ഒരു യുറേനിയം സ്റ്റോക്ക് പൈലിനകത്ത് കടന്ന് ആ മാറ്ററിനകത്ത് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി, അത് വളരെ ഫാസ്റ്റായിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ്. ആ ഫീൽഡിൽ വളരെ മുന്നോട്ട് പോകുവാൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹൈ എനർജി ഫോട്ടോൺസ് ന്യൂട്രോണിനകത്ത് ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് ഹൈ എനർജി ന്യൂട്രോൺസ് ജനറേറ്റ് ചെയ്ത് ലോവർ ക്രിട്ടിക്കൽ മാസിൽ പോലും ആറ്റമിക് എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നതിന്റെ വളരെ അടുത്തേക്ക് റിസർച്ചുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യത ലോവർ ക്രിട്ടിക്കൽ മാസിൽ, സാധാരണഗതിയിൽ ആറ്റമിക് സ്റ്റോക്ക് പൈലിൽ ബോംബുകൾ സൂക്ഷിക്കുന്നത് പീസുകളാക്കിയാണ്. അപ്പോൾ ഈ പീസുകളിലുള്ളത് ലോവർ ക്രിട്ടിക്കൽ മാസാണ്. ഈ ലോവർ ക്രിട്ടിക്കൽ മാസിലുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ അല്ലെങ്കിൽ 2 പീസുകൾ ഒന്നിച്ചു കൊണ്ടുവന്ന് ക്രിട്ടിക്കൽ മാസിന് മുകളിലേക്ക് എത്തുന്ന സമയത്ത്, സബ് ക്രിട്ടിക്കൽ മാസ് ക്രോസ് ചെയ്യുന്ന സമയത്ത്, സബ് ക്രിട്ടിക്കൽ മാസിൽ നിന്ന് ക്രിട്ടിക്കൽ മാസിലേക്ക് എത്തുന്ന സമയത്ത് അത് എക്സ്പ്ലോഡ് ചെയ്യും. ഈ ക്രിട്ടിക്കൽ മാസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എക്സ്പ്ലോഡ് ചെയ്യുവാൻ തക്ക രീതിയിലുള്ള ഹൈ എനർജി ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ റേഡിയേഷൻസിന് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് റിസർച്ച് എത്തിക്കഴിഞ്ഞാൽ ലേസർ ഉപയോഗിച്ച് പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലുകൾ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ പിന്നെ ന്യൂക്ലിയർ എനർജിയുടെ അല്ലെങ്കിൽ ആറ്റം ബോംബുകളോ ന്യൂക്ലിയർ ബോംബുകളോ ഒരിടത്തും ആർക്കും സൂക്ഷിക്കാനാവില്ല. അങ്ങനെ സൂക്ഷിക്കാനാവാത്ത ഒരു സാഹചര്യം വരുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അയൺ ബീം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ദുരവ്യാപകമായ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നതാണ്, ലോകത്തിലെ എല്ലാ പവർ ഇക്വേഷൻസിനെയും മാറ്റിമറിക്കുന്നതുമാണ്. ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന വളരെ സ്തവജനകമായ ഇംഗ്ലീഷ് സിനിമകൾ പോലെയുള്ള സംഗതികളാണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.